ഈ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതെ. കേരളത്തിൽ 2 മുന്നണികൾ എന്നുള്ള നില മാറി 3 മുന്നണികളാണ് മത്സരിക്കുന്നതെന്ന് മാധ്യമങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞു, ജനത്തിനും ബോധ്യപ്പെട്ടു. അപ്പോൾ BJPയെ സംബന്ധിച്ച് BJPയുടെ മുന്നണിയിൽ മുമ്പില്ലാതിരുന്ന ഒരു ഘടകകക്ഷിയായിട്ട് 2020 വന്നിട്ടുണ്ട്. 2020യുടെ സ്ഥാനാർത്ഥികൾ 20 സ്ഥാനാർത്ഥികളുണ്ട്. 20 സ്ഥാനാർത്ഥികളും നന്നായി പെർഫോം ചെയ്തു വരുന്നു എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ 2020 ആയിട്ടുള്ള BJPയുടെ ബന്ധം ഒരു രാഷ്ട്രീയ ബന്ധത്തിൽ ഉപരി മറ്റു ചില ബന്ധങ്ങളാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പ്രചാരണം എതിർ ക്യാമ്പുകൾ അഴിച്ചുവിടുന്നുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു? വെറും രാഷ്ട്രീയ ബന്ധം അല്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം ഇത് പ്രൊഫഷണൽ ബന്ധമാണ്. അതായത് രാഷ്ട്രീയത്തിൻ്റെ പ്രൊഫഷണലൈസേഷനാണ് ഇവിടെ നടക്കുന്നത്. അതിനെ കുറച്ച് രാഷ്ട്രീയം അതിനൊരു പ്രൊഫഷനാണോ? രാഷ്ട്രീയം പ്രൊഫഷണലല്ല, പക്ഷേ പ്രൊഫഷണൽ അപ്രോച്ച് രാഷ്ട്രീയത്തിൽ വേണം, അല്ലെങ്കിൽ എന്ത് പറ്റും? ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ സാബു ജേക്കബ്, അല്ലെങ്കിൽ നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളി, ഇവർക്കൊന്നും രാഷ്ട്രീയത്തിൽ നിന്ന് ശമ്പളം മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ അവർക്ക് പ്രൊഫഷണൽ അപ്രോച്ചിൽ ഇത് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ മെച്ചം അതാണ്. അതായത് അവർ ഇരുന്നത് ഇവരെല്ലാം തന്നെ വലിയ കമ്പനികളുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ വലിയ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തുള്ള ആൾക്കാരാണ്. അവരതിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയ ഓരോ മാർഗ്ഗങ്ങളുണ്ട്. പുതിയത് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഉള്ളതിനെ വിജയത്തിലെത്തിക്കുക. ഇത്തരം ഒരു ശൈലി അവർ രാഷ്ട്രീയത്തിൽ അപ്ലൈ ചെയ്യുകയാണ്. അതൊരു പുതിയ പരീക്ഷണമാണ്. ഇത് ചില ആൾക്കാർക്ക് ദൂരക്കാഴ്ച തോന്നും ഇത് മറ്റെന്തോ ആണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഒന്നാമത്തെ കാര്യം, BJP വളർച്ചയായിട്ടൊരു പാതയിലായിരുന്നു. 2014 ആ കാലഘട്ടം ആയപ്പോഴത്തേക്കും, 14 കഴിഞ്ഞ് 16 ആയപ്പോഴത്തേക്കും BDSൻ്റെ പാർട്ടി ഉണ്ടായി. 2015 അവസാനമാണ് രൂപീകരിക്കപ്പെട്ടത്. വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും അവരും കൂടെ ചേർന്ന് ഒരു BDS ഉണ്ടായി. ഈ BDS വന്നതിന് ശേഷം എന്ത് പറ്റി? ഈ BDS ഉണ്ടായപ്പോഴും വേണമെങ്കിൽ ഇത് ആരോപണം പറയാമായിരുന്നു. പക്ഷേ BJPക്ക് ആദ്യമായിട്ടൊരു സീറ്റ് കിട്ടി, BJPയുടെ വോട്ട് വർദ്ധിച്ചു. BJPയുടെ വോട്ടുകൾ കുത്തനെ വർദ്ധിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആ സമയമാണ്. ഇതതിൻ്റെ രണ്ടാം ഘട്ടത്തിലുള്ള വളർച്ചയാണ് NDA. അതുവരെയുള്ള NDA ആയിരുന്നില്ല. BDS വന്നു കഴിഞ്ഞപ്പോൾ മൊത്തത്തിലൊരു വലിയൊരു മുന്നേറ്റം ഉണ്ടായി. ഏതാണ്ട് പാലക്കാട് തൊട്ട് പാറശാല വരെയുള്ള സ്ഥലങ്ങളിൽ ആവറേജ് ഒരു മണ്ഡലത്തിൽ 5000 തൊട്ട് 15000 വോട്ട് വരെയാണ് NDA മുന്നണി എന്നുള്ള നിലയ്ക്ക് കൂടുതലായത്. BJP അതിന് മുമ്പുള്ള കക്ഷികളെക്കാളും കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ കൂടുതലായി. അത് മുന്നോട്ട് പോണതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കക്ഷി സാമ്പ്രദായിക രാഷ്ട്രീയ സമവാക്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് വളർന്നു വരുന്നുണ്ടായിരുന്നു. അതാണ് 2020. 2020യുടെ അപ്രോച്ച് വളരെ പ്രൊഫഷണലാണ്. അതിനകത്ത് പ്രവർത്തിക്കുന്നവർ പ്രൊഫഷണൽസാണ്. ഇവരാരും തന്നെ രാഷ്ട്രീയത്തെ പ്രൊഫഷണലായിട്ട് എടുക്കുന്നവരല്ല. പകരം രാഷ്ട്രീയം അവരുടെ സമർപ്പിതമായ ഒരു കാര്യം മാത്രമാണ്. സൈഡ് ബിസിനസ്സും അല്ല. അവർ സൈഡായിട്ട് ചെയ്യുന്നു, പക്ഷേ അവർ രാഷ്ട്രീയത്തെ വിജയിപ്പിക്കുന്നു. പ്രധാനമായിട്ട് സേവനമാണല്ലോ അവർ ചെയ്തത്. തുടക്കം തന്നെ സേവനം ഡയറക്റ്റ്ലി എത്തിക്കുക. എനിക്ക് അധികാരം തരൂ, എന്നെ കസേരക്കയറ്റി ഇരുത്തു, എന്നിട്ട് ഞാൻ സേവിക്കാന്നുള്ളതല്ല പറഞ്ഞത്. അവരാദ്യം തന്നെ സേവനം. സാബു ജേക്കബ് ഏറ്റുമാനൂരിൽ നമ്മുടെ ആതിര D നായരുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയൊരു പ്രസംഗമുണ്ട്. നമ്മളത് ആ പ്രസംഗം ഫുൾ ടെക്സ്റ്റ് നമ്മൾ ഇന്ത്യ ലൈവ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യണമെന്ന് തീരുമാനിച്ചു. ഞാനും എൻ്റെ സഹോദരനും കൂടി ഈ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളും നടന്നു കയറിയപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമുണ്ട്. അവിടെ 456 ആ നമ്പർ തെറ്റാണ്, ഞാൻ ഓർക്കുന്നില്ല, അത്രയും വീടുകൾ എന്ന് പറഞ്ഞാൽ വെറുതെ 4 കമ്പ് വെച്ചിട്ട് ടർപ്പാളിൻ ഷീറ്റ് വലിച്ച് കിടക്കുന്നവരാണ്. ഭക്ഷണമില്ല, കിടപ്പാടമില്ല. അത്തരം മനുഷ്യർ ഒരു പഞ്ചായത്തിലുണ്ട്. അങ്ങനെ ആകുമ്പോൾ 1000 പഞ്ചായത്തുകൾ കേരളത്തിൽ എത്ര പേരുണ്ടാവും? സാബു ജേക്കബ് വളരെ വൈകാരികമായ ഒരു കാര്യം പറഞ്ഞു. നോക്കുമ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള വ്യവസായ സ്ഥാപനത്തിൻ്റെ തലവൻ അദ്ദേഹം പറയുകയാണ്, എനിക്കൊരു വീടില്ല. ഞാനന്ന് തീരുമാനിച്ചു, ഞാനൊരു വീട് വെക്കുന്നത് എൻ്റെ ഈ പഞ്ചായത്തിൽ, കിഴക്കമ്പലം പഞ്ചായത്തിലുള്ള മുഴുവൻ ഭവനരഹിതർക്കും ഒരു വീടുണ്ടായതിനു ശേഷമേ ഞാൻ വീട് വയ്ക്കൂ. എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഒറ്റ മുറിയേ ഉള്ളൂ. ആ മുറിയിൽ ഞാനും എൻ്റെ ഭാര്യയും ചെറിയ കുട്ടികളാണ്, തിരച്ചിലുള്ള എൻ്റെ +2 10th പഠിക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളും ഞങ്ങൾ ഒരു മുറിയിലാണ് താമസിക്കുന്നത്. ചിലപ്പോൾ ഒരാൾ നിലത്ത് കിടക്കേണ്ടി വരും. അങ്ങനെ കിടക്കുന്നു. ഇത് കാണുമ്പോൾ കോടീശ്വരനായ സാബു ജേക്കബ് എന്ന് പറയുമെങ്കിലും ഞാനൊരു മൃതം പോലെ എടുക്കുന്നു. ഇപ്പോൾ കിഴക്കമ്പലത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ കഴിഞ്ഞു. ഇത് തൊട്ടടുത്ത പഞ്ചായത്തുകളിലേക്ക് വ്യാപിക്കുന്നു. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റുണ്ട്, ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് എന്നാണ്. 2500 റുപ്യ കൊടുത്താൽ ഒരു 5-6 പേരുള്ള ഒരു കുടുംബത്തിന് ഒരു മാസം ജീവിക്കാനുള്ള എല്ലാം കിട്ടും. അപ്പോൾ മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ, പാർപ്പിടം, ഭക്ഷണം, ഇത് പരിഹരിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല 2020 ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിൽ എല്ലാ വികസനവും നടപ്പാക്കി കഴിഞ്ഞ് 10-25 കോടി രൂപ മിച്ചമാണ്. അതെ, 4 ടൈം കഴിഞ്ഞവിടെ ഇതൊക്കെ സാധ്യമാണെന്ന് അവർ തെളിയിച്ചു. സാധ്യമാണ്. അത് സാബു ജേക്കബുമായിട്ട് ഒരിക്കൽ ഞാനത് സംസാരിച്ചു. എന്താണ് നിങ്ങളുടെ മോഡൽ? CSR ആണോ എന്ന് ചോദിച്ചു. CSR ചെറിയ പാർട്ടി ഉള്ളൂ എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഭരണത്തിൻ്റെ ശരിയായ ഭരണം
എന്നുള്ളതാണ്. പഞ്ചായത്ത് കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ അതിലെ അഴിമതി തുടങ്ങിയിട്ടുള്ള ഇല്ലാണ്ടാക്കി. അതുപോലെ തന്നെ ദുഷ്ചെലവില്ലാണ്ടാക്കി. ഏറ്റവും പ്രധാനം ദുഷ്ചെലവില്ലാണ്ടാക്കുക എന്നുള്ളതാണ്. ദുഷ്ചെലവില്ലാണ്ടാക്കിയാൽ തന്നെ ഒരു പഞ്ചായത്ത് ഭരണം കാര്യക്ഷമമാകാം. അപ്പോൾ കാര്യക്ഷമമായ ഭരണം, മികവിൻ്റെ ഭരണം എന്നൊന്ന് അവർ കൊണ്ടുവന്നു. ഇതാണ് കിഴക്കമ്പലം മോഡൽ. ഈ മോഡലാണ് അവർ മുന്നിൽ വയ്ക്കുന്നത്. ഞങ്ങൾക്ക് ഇന്നപോലുള്ള ആൾക്കാരോ നേതാക്കന്മാരോ അണികളോ സ്ഥാനാർത്ഥിയോ ഇതൊന്നുമല്ല. അവർ മുന്നിൽ വയ്ക്കുന്നത് ഇതാണ് ഞങ്ങളുടെ മോഡൽ, ഇത് വികസനത്തിൻ്റെ മോഡലാണ്. അപ്പോൾ ഈ പുതിയ കാലത്ത് എന്താ സംഭവിച്ചത്? മോഡിയുടെ വികസനത്തിൻ്റെ മോഡലും സാബു ജേക്കബിൻ്റെ കിഴക്കമ്പലത്തെ, മോഡി എടുക്കുമ്പോഴത്തേക്കും രാജ്യം മുഴുവനായിട്ടുള്ള ഒന്നാണ്. കിഴക്കമ്പലം ഒരു പഞ്ചായത്താണ്. അതായത് നമുക്ക് മാക്രോ ലെവലും മൈക്രോ ലെവലും എടുക്കാം. ഇത് രണ്ടും തമ്മിൽ ചേരുകയാണ്. അതിൽ രാജ്യം മുഴുവൻ മാതൃകയായിട്ട് കണ്ട മോഡിയുടെ മോഡലും കൂടെ സാബു ജേക്കബ് സ്വീകരിക്കുകയാണ്, അല്ലെങ്കിൽ 2020 സ്വീകരിക്കുകയാണ്. അതിൽ കേരളത്തിൽ നേതൃനിരയിൽ വന്ന ആൾക്കാർ, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാലും ഒരു സാധാരണ ഒരു മനുഷ്യനായിട്ട് ജീവിച്ച് ഒരു വൈമാനികൻ്റെ മകൻ, ഒരു കോടീശ്വരനൊന്നും ആയിരുന്നില്ല. അവിടെ നിന്ന് അദ്ദേഹം ഉയർന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് തന്നെ ഇൻ്റൽ പെൻറ്റിയം ചിപ്പിൻ്റെ ഡെവലപ്മെൻറ്റിൽ അദ്ദേഹം ഉണ്ടായിരുന്ന ഒരു പങ്കാളിത്തമുണ്ട്. അതുവഴി ഇൻ്റൽ കമ്പനിയുടെ തന്നെ തലപ്പത്ത് അദ്ദേഹം ചെന്നു. പിന്നീട് BPL മൊബൈൽ ഇന്ത്യ തുടങ്ങി. അങ്ങനെ കയറി വന്ന ഒരാളാണ്. തൊട്ടതെല്ലാം പൊന്നാക്കിയൊരു വ്യക്തി. അതുപോലൊരു വ്യക്തിയാണ് സാബു ജേക്കബ്. അല്ല, അത് സാബു ജേക്കബിൻ്റെ കഥ കേട്ടിട്ടില്ലേ? സാബു ജേക്കബ് മുമ്പ് ഒരിക്കൽ പറഞ്ഞു, അതായത് ഒരു ദിവസം അച്ഛൻ MC ജേക്കബ് അദ്ദേഹം മകനെ കമ്പനിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവാണ്, നീ ഇവിടുത്തെ കക്കൂസുകൾ കഴുകണം. അപ്പോൾ അദ്ദേഹം ആദ്യം പഠിച്ചു, അല്ല നീ അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കിഴക്കമ്പലത്ത് കിറ്റക്സിൻ്റെ കക്കൂസ് കഴുകുന്ന പണി അദ്ദേഹത്തെ ഏൽപ്പിച്ചു. കുറേ കാലം അത് വളരെ ബുദ്ധിമുട്ടിയാണ് ചെയ്തത്. പിന്നെ അത് ചെയ്യാം, ജോലിക്കെടുത്തു കമ്പനിയിൽ കിറ്റക്സിൽ. അത് കഴിഞ്ഞ് പിന്നീട് തറ തുടയ്ക്കുന്ന പണി എടുത്തു. അപ്പോൾ സാബു ജേക്കബ് വിചാരിച്ചു, നന്നായി, ഇത് മറ്റേനേക്കാളും കുറച്ച് മെച്ചപ്പെട്ട പണിയാണല്ലോ. പക്ഷേ തുറച്ച് ഇത്രയും 15,000-ഓളം ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ തറ തുടയ്ക്കൽ എന്ന് പറഞ്ഞാൽ നടുവിൻ്റെ വിട്ടുപോകുന്ന പണിയായിരുന്നു. അതെല്ലാം കഴിച്ച് പതുക്കെ പുള്ളിയെ സ്റ്റോർ കീപ്പർ അങ്ങനെ ഓരോരോ പടികൾ കടന്നിട്ടാണ് അദ്ദേഹത്തെ ഡയറക്ടറാക്കി, പിന്നീട് മാനേജിംഗ് ഡയറക്ടർ. അവിടെ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, എല്ലാ ജോലിയും ഒരാൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ എല്ലാ ജോലിയും മഹത്തരാന്ന് പഠിക്കും. രണ്ട്, ഈ എല്ലാ ജോലിയിലുള്ള ക്ലാസ്സിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവരുടെ ബുദ്ധിമുട്ടും അവരുടെ ഫീലിങ്സ് അറിയാൻ പറ്റും. ഇത് അറിയാണ്ട് ഒരാൾ മുതലാളിയായിട്ടിട്ട് കാര്യമൊന്നുമില്ല. എന്നാൽ മാത്രമല്ലേ ഇപ്പം പ്രസ്ഥാനമെല്ലാം ഉണ്ടാക്കിയ ഒരാൾ സാധാരണ താഴേന്ന് ഉയർന്നു വന്ന ഒരാളെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. അദ്ദേഹം ഇതെല്ലാം അറിഞ്ഞാൽ വന്നത്. പക്ഷേ കോടീശ്വരനായിട്ടിരിക്കുന്ന ഒരാളുടെ മകന് ഇതറിയണമെന്നൊരു നിർബന്ധമില്ല. അവിടെ ഈ അപ്രോച്ച് കറക്റ്റാണ്. അപ്പം അനുഭവത്തിൻ്റെ തീച്ചൂളാന്നൊക്കെ പറയുന്നില്ല, പക്ഷേ അനുഭവങ്ങൾ അതെ, അതൊരു ക്ലീഷയാണ്. പക്ഷേ അനുഭവങ്ങൾ ആവശ്യമാണ്. ആ അനുഭവങ്ങളിൽ കൂടെ തന്നെ അദ്ദേഹം അതുകൊണ്ട് എന്താ ഗുണം? വെല്ലുവിളി ഒന്ന് നേരിടാൻ പഠിക്കും. തീർച്ചയായിട്ടും അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ആ വെല്ലുവിളികൾ നേരിട്ട് മുന്നേറിയിടത്താണ് സത്യം പറഞ്ഞാൽ ഒരു 2020യുടെ ജനനം, അതുപോലെ തന്നെ 2020 മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും അത് ഈ മനുഷ്യൻ്റെ ബുദ്ധിമുട്ടും പ്രാരബ്ധം മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അവരുടെ ഒരു വികസന മോഡൽ മുന്നിൽ വയ്ക്കാനുണ്ട്. പക്ഷേ അതൊരു പഞ്ചായത്ത് തലം വിട്ടിട്ട് മുകളിലേക്ക് വരുമ്പം അവർ സ്വീകരിച്ചിരിക്കുന്നത് NDAയുടെ അല്ലെങ്കിൽ മോഡിയുടെ ഒരു മോഡലാണ്. അതിലേക്കും കൂടെ എത്തുവാണ്. അത് ശരിക്കും പറഞ്ഞാൽ കിഴക്കമ്പലം എന്നൊരു ഗ്രാമവും അത് മുഴുവൻ ഇന്ത്യയായിട്ട് ഒരുമിച്ച് മെർജ് ചെയ്ത് പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറുന്നു. അത് NDA എന്നുള്ള തരത്തിൽ ഒരു വലിയ വികസനം ഞാൻ കാണുന്നത് വലിയൊരു മാതൃകയാണ്. അത് രാജീവ് ചന്ദ്രശേഖർ, സാബു ജേക്കബ്, അതുപോലെ തന്നെ തുഷാർ വെള്ളാപ്പള്ളി, ഈ 3 പേര് നിൽക്കുന്ന 3 സ്റ്റാൾവാർഡ്സ്, 3 ഉയരമുള്ള ഗോപുരങ്ങൾ ചേർന്ന് നയിക്കുന്ന ഒരു പുതിയൊരു ഇക്വേഷനാണിത്. അതിനെ ചില ആൾക്കാർ മറ്റെന്തൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻ്റാണ്, ഡീലാണെന്ന് ഒരിക്കലും ഞാൻ അംഗീകരിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഈ കേരളത്തിലെ വ്യവസായം എന്ന് പറഞ്ഞാൽ കേരളം വ്യവസായ സൗഹൃദപരമാണെന്നൊക്കെ എൻ്റെ സുഹൃത്താണ്, അങ്ങയുടെ സുഹൃത്താണ് മന്ത്രി രാജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയാറുണ്ട്. പക്ഷേ ഈ രാജീവിൻ്റെ കാലത്ത് ഈ കളമശ്ശേരിയിലെ തൃക്കാക്കരയിൽ ഫാൽക്കൺ എന്ന് പറയുന്ന ഒരു കമ്പനി ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക് രംഗത്ത് അവർ പൂട്ടിപ്പോയി. COT കാർഡ് പ്രശ്നമാണ്. കേരളത്തിൽ എത്ര നമ്മൾ വരവേൽപ്പ് പോലുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ സംരംഭകരായി വരുന്ന ആളുകൾക്ക് ആത്മഹത്യ ചെയ്യുകയോ നാട് വിടേണ്ടി വരുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഇപ്പോഴും. പിന്നെ സാബു ജേക്കബ് വ്യക്തിമാണ്. 15,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഈ കമ്പനിയിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ആ സമയത്ത് വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം ബന്ധപ്പെടും. ഒരു 2-3 ആഴ്ചക്കുള്ളിൽ 30ഓളം നോട്ടീസുകൾ. ഒരു നോട്ടീസിൽ പറഞ്ഞിരുന്നത് രാജാവിൻ്റെ കാലത്തുണ്ടായിരുന്ന തുപ്പൽ കോളാമ്പി കമ്പനിയിൽ ജീവനക്കാർക്ക് തുപ്പാൻ കോളാമ്പി വെച്ചിട്ടില്ല എന്ന് വരെ ഈ പിണറായി സർക്കാർ നോട്ടീസ് കൊടുത്തു. പഴയ കാലത്ത് ഒരുപാട് നിയമങ്ങൾ ഇപ്പോഴും കിടപ്പുണ്ട്, മാറ്റാതെ കിടപ്പുണ്ട്. അത് വെച്ച് വേണം ഒരുത്തരെ പിടിക്കാം. അപ്പോൾ സാബു ജേക്കബ് എന്നുള്ള കേരളത്തിൽ 15,000 പേര് തൊഴിലെടുക്കുന്ന സ്ഥാപനം എന്ന് പറഞ്ഞാൽ എത്ര കോടി രൂപ നികുതിയായിട്ട് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതാലോചിക്കണം. ആ മനുഷ്യനെ ഇവിടെ കമ്പനി പുതിയ സംരംഭം തുടങ്ങാതാവാതെ വന്നപ്പോൾ ആന്ധ്രയിലെ മന്ത്രി വിമാനം പിടിച്ചിവിടെ വന്ന് അങ്ങനെ കയറ്റിക്കൊണ്ടുപോയി.
അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒന്നേ പറയുള്ളൂ. പണ്ട് പിണറായി വിജയൻ പറഞ്ഞ ഓരോ ഫയലും ഓരോ ജീവിതമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കമ്പനിയിലെ ഓരോ പോസ്റ്റും ഓരോ ജീവിതമാണ്. ചിലപ്പോൾ ഒരു ജീവിതമല്ല, ഒരുപാട് ജീവിതങ്ങൾ. അതിൽ മാത്രമല്ല ഗെയിംജി, മാത്രമല്ല നമ്മൾ ഈ പറയുന്നത് പോലെ കേരളത്തിൽ വ്യവസായം നടത്താം, നിങ്ങൾ പാർട്ടിയുടെ അടിമയാണെങ്കിൽ മാത്രം എന്ന് പറയുന്ന ഒരു തിയറിയുണ്ട്. അത് ശരിയല്ല, അതൊരിക്കലും അല്ല. അപ്പോൾ ആ ഒരു വെല്ലുവിളി അദ്ദേഹം നേരിടേണ്ടി വന്നു. അപ്പം അദ്ദേഹത്തിന് ശരിയാണ്, തെലങ്കാനയിൽ നിന്ന് അവർ കൊണ്ടുപോകുന്നു, കാരണം അവരുടെ വീക്ഷണം വേറെയാണ്. ഈ കേരളം വിട്ടാൽ പിന്നെ വീക്ഷണം എല്ലാം വേറെയാണ്. അതെ, വാളയാറിൻ്റെ അതിർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കേരളത്തിൽ നമ്മുടെ ഇവിടുത്തെ അതിപ്രശസ്തമായൊരു കുട കമ്പനി കുടയുണ്ടാക്കുന്നത് കോയമ്പത്തൂരാണ്. അതെ. അപ്പം കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് മാത്രമായി. കൊണ്ട് വേണമെങ്കിൽ വിറ്റോളൂ, കാരണം ഒന്നും മേടിക്കാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വിൽപ്പന മാത്രം നടക്കും, ഉൽപ്പാദനം നടക്കാത്തൊരു വല്ലാത്ത അവസ്ഥയാണ്. അത് ഇവർ കാണിക്കാൻ ശ്രമിക്കുന്ന മാതൃക ഈ സംസ്കാരം മാറ്റും. ഇവിടെ ഉൽപ്പാദനത്തിൻ്റെ സംസ്കാരം ഉണ്ടാക്കും. കേരളത്തിൽ ഒരു മിച്ച ബഡ്ജറ്റിൻ്റെ സംസ്ഥാനമാക്കി ഈ നാട്ടിനെ മാറ്റും. ഞാൻ അവരുടെ പ്രകടനപത്രികയൊക്കെ കണ്ടു, അതിനകത്ത് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ നേതാക്കന്മാരുടെ എല്ലാം വീക്ഷണങ്ങൾ ഉൾക്കൊള്ളിച്ചൊരു പ്രകടനപത്രികയാണത്. എന്താണ് ഈ നാടിന് വേണ്ടത്? ഭക്ഷ്യസുരക്ഷ, ആരോഗ്യ സുരക്ഷ, അതുപോലെ ജോലി സുരക്ഷ, ക്ഷേമ പെൻഷൻ സമയത്ത് കിട്ടുക, അതിൻ്റെ എമൗണ്ട് കൂട്ടുക, അതുപോലെ വന്യജീവികളിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നുള്ള സുരക്ഷ, കടലാക്രമണങ്ങളിലുള്ള സുരക്ഷ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ. എനിക്ക് വളരെയധികം അതിലെ കാര്യങ്ങളെല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ അത് അനുഭവങ്ങളിൽ നിന്നും ഇത്തരം നേതാക്കന്മാരുടെ പ്രൊഫഷണലായിട്ടുള്ള അപ്രോച്ചിൽ നിന്നാണ് വരുന്നത്. അത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നടപ്പാക്കാൻ പറ്റാത്തതാണോ എന്ന് ചോദിച്ചാൽ പറ്റാത്തതല്ല. ഇപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്ത് എങ്ങനെ ഒരു ഇത്രയും പൈസ മിച്ചമുള്ളൊരു പഞ്ചായത്തായിട്ട് മാറി? നമ്മൾ പെട്ടെന്നൊരു പഞ്ചായത്തിനെ നോക്കി ഇങ്ങനെ ആക്കും എന്ന് പറഞ്ഞാൽ അത് നടപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെന്നേ പറയുള്ളൂ. പക്ഷേ നടപ്പാക്കാൻ പറ്റും എന്ന് തെളിയിക്കപ്പെട്ടു. ആ പ്രകടനപത്രികയിലെ മുഴുവൻ കാര്യങ്ങളും എല്ലാം തന്നെ നടപ്പാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അത് ഇതുപോലുള്ള ആൾക്കാർ വേണം, അതില്ലെങ്കിൽ നടക്കില്ല. അല്ല, അവിടെ ഞാൻ കിഴക്കമ്പലത്ത് പോയപ്പോൾ കണ്ടിട്ടുള്ള കാഴ്ച എന്നറിയോ, എൻ്റെ നാട്ടിൽ എൻ്റെ വീടിനോട് ചേർന്ന് 1,00,000 വീടുണ്ട്. സർക്കാരിൻ്റെ കേരളത്തിലെ ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള ഒരു ഭവന നിർമ്മാണ പദ്ധതി 1,00,000 വീട്. അപ്പോൾ ഇനിയിപ്പോൾ PMY മറ്റേത് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് പല വീടുകളുണ്ട്. ഞാൻ കിഴക്കമ്പലത്തെ വീടുകൾ കണ്ടു. അത് ഗോഡ്സ് വില്ല എന്ന് പറയുന്നത് ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളുള്ള സൗകര്യങ്ങളുള്ള വീടുകളാണ്. പദ്ധതി പഞ്ചായത്ത് ഈ പറയുന്ന ലൈഫ് മിഷൻ ആവട്ടെ അതുവഴി കൊടുത്തിരിക്കുന്ന വീടുകൾ ഈ പറഞ്ഞ സോക്കോൾഡ് സർക്കാരിൻ്റെ ടിപ്പിക്കൽ വീടുകളല്ല. അതുപോലും വേണമെങ്കിൽ സർക്കാരിൻ്റെ പദ്ധതികൾ പോലും കൂടുതൽ അട്രാക്റ്റീവായിട്ട് കൂടുതൽ സൗകര്യത്തോടെ നടപ്പാക്കാൻ പറ്റുമെന്ന് കിഴക്കമ്പലം തെളിയിച്ചു. നടപ്പാക്കാൻ പറ്റാണ്ട് പോണതിന് വലിയ കാരണം ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ കോൺട്രാക്റ്റ് വയ്ക്കുന്ന പൈസയൊക്കെ വളരെ വലുതാണ്. അതെ, ഇവർ ഭരണനിർവഹണത്തിൽ ശുഷ്കാന്തിയോടുകൂടി കാര്യക്ഷമമായിട്ട് എന്താണോ യഥാർത്ഥ ചെലവ് അത് മാത്രം കാണിച്ച് ചെയ്താൽ. അപ്പം ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വെയിറ്റ് ഷെഡ് ഒരെണ്ണത്തിന് 4 ലക്ഷം രൂപ എഴുതി 30 ലക്ഷം 40 ലക്ഷം അങ്ങനെയുള്ള വെയിറ്റിംഗ് ഷെഡ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി സാധാ വെയിറ്റ് ഷെഡ് ഇരിക്കട്ടെ, പക്ഷേ 4-5 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന്. ഈ വെയിറ്റ് ഷെഡിൻ്റെ സൈസുകൾ നമ്മുടെ വീട്ടിലെ കാർ ഷെഡിന്. അപ്പോൾ വീട്ടിൽ ഞാനൊരു കാർ ഷെഡ് ഉണ്ടാക്കി, അതിന് ചിലവ് 20,000 രൂപ. അതും വെയിറ്റ് ഷെഡ് തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഒരു അരയടി പൊക്കമുള്ള പ്ലാറ്റ്ഫോമും കൂടെ വെയിറ്റ് ഷെഡിനുണ്ടാവും. അതും കൂടെ ചേർത്താൽ ഒരു 5,000 രൂപ കൂട്ടിയാൽ മതി, 25,000 രൂപ. പക്ഷേ ആ സാധനം 4 ലക്ഷം രൂപയാണ്. അപ്പോൾ എവിടെയാണ് ഈ പണം പോകുന്നത്? ഈ പണം വളരെ ഈ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനത്തിൽ പല രീതിക്കുള്ള അഴിമതികളിൽ പല വഴിക്ക് വീതം വെച്ച് പോവുകയാണ്. ഇത് നിർത്താൻ ഒരു കൂട്ടർ തീരുമാനിച്ചപ്പോൾ തന്നെ അവിടെ യഥാർത്ഥത്തിൽ ആൾക്കാർക്ക് വേണ്ടുന്ന കൊടുക്കാൻ പറ്റുന്നുണ്ട്. പണം മിച്ചം പറഞ്ഞു, അതും വേണ്ടുന്ന ആഡംബരത്തിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ആദ്യഘട്ടത്തിൽ അവർ ചെലവ് ചുരുക്കി വേണ്ടുന്നതിന് വേണ്ടി എടുത്തു, 2ാം ഘട്ടത്തിൽ വികസനം, 3ാം ഘട്ടത്തിൽ ലക്ഷറി കൊണ്ടുവന്നു, 4ാം ഘട്ടത്തിൽ ഒരു കാര്യമായിട്ട് ഇപ്പോൾ ചെയ്യാനില്ല എന്നുള്ള അവസ്ഥയായി. ഞാൻ അന്നേരം ആലോചിച്ചത് ഈ 1947 സ്വാതന്ത്ര്യം കിട്ടിയതല്ലേ, അന്ന് തൊട്ട് എല്ലാ പഞ്ചായത്തും ഇതുപോലെ ആയിരുന്നെങ്കിൽ ഈ ഇന്ത്യ എന്ന് അവിടെ നിന്നേനെ. അല്ല, കേരളമെങ്കിലും അറ്റ്ലീസ്റ്റ് ഇനി 1957 സ്റ്റേറ്റ് ഉണ്ടായതിന് ശേഷമുള്ള ഭരണം വന്നതിന് ശേഷമുള്ള കാലം നോക്കിയാൽ മതി, എവിടെ പോയി നിന്നേനെ. അപ്പോൾ എവിടെ പോയി നിൽക്കാത്തതിന് എന്താ കാരണം? ഇതിന് കാരണം അഴിമതിയാണ്, കെടുകാര്യസ്ഥയാണ്, ശുഷ്കാന്തിയില്ലായ്മയാണ്. ഇതെല്ലാം മാറ്റിയിട്ട് കൃത്യമായിട്ട് ഇതെല്ലാം ചെയ്ത് കാണിക്കാൻ പറ്റും, വി ക്യാൻ ഡു എന്ന് കാണിച്ചൊരു മോഡൽ, അത് ഭയങ്കര അത്ഭുതമാണ്. ആ മോഡൽ ജനങ്ങളുടെ മുന്നിലേക്ക്, അതായത് ഈ പഞ്ചായത്ത് തലത്തിൽ നിന്ന് സ്റ്റേറ്റ് ഭരണതലത്തിലേക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് എടുത്തു വയ്ക്കുകയാണ് ഈ ഇലക്ഷനിൽ 2020 സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത്. ഇതെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു വിലയിരുത്തൽ പറയാം. ഈ ഒരു ഇടതുപക്ഷവും വലതുപക്ഷവും പറയുന്നത് ശരിയാണ്. സാബു ജേക്കബും രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ മോഡി മുൻകൈ എടുത്ത് കാർമ്മികത്തിൽ നടത്തിയ ഒരു രഹസ്യ ധാരണയും ബന്ധവുമുണ്ട്. അത് കേരളം നന്നാക്കുക എന്നുള്ളതാണ്. മോഡിക്ക് പല രഹസ്യധാരണ തന്ത്രങ്ങളുണ്ടല്ലോ. ഉണ്ട്. അക്കൂട്ടത്തിലൊന്ന് കേരളത്തിലെ ഈ കൊള്ളക്കാരുടെ തീപ്പെട്ടി കൊള്ളക്കാരുടെ കേരളത്തെ ഇപ്പോൾ പ്രകാശമാനമായ ഒരു കേരളമാക്കുക. മോഡി സാബു ജേക്കബും നിൽക്കുന്നു, 2 സൈഡിലായിട്ട് ഓർത്തഡോക്സിൻ്റെയും യാക്കോബ സഭയുടെ ആൾക്കാർ നിൽക്കുന്നു.
ഭയങ്കര രഹസ്യധാരണയാണ്. അതെ 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 പറയാതെ വയ്യ. എന്താണത്? 113 കൊല്ലമായിട്ടുള്ള സഭാതർക്കം തീർക്കും എന്നുള്ള രഹസ്യധാരണ. അതെ അതെ അത് വെറുതല്ലോ, കൊലപാതകങ്ങൾ വരെ നടന്നിട്ടുണ്ട്. അതെ. പള്ളി പിടിച്ചെടുക്കൽ, പള്ളി- മൃതദേഹം സംസ്കരിക്കാൻ പറ്റാതിരിക്കൽ. അതെ. ചില സ്ഥലങ്ങളിൽ കല്യാണോ ചവടോ കിടന്ന ആകാശത്തേക്ക് വെടിവെപ്പാ. അതെ. ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവണ്ടേ? സമാധാനം ഇല്ലാണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും. ഇതൊക്കെ ശരിയാണ്. ഇത്തരം പല രഹസ്യധാരണകളും ഉണ്ട്. അതെ, അത് മോഡി കാർമുകത്തെടുത്തത്. അതെ. അപ്പോൾ ഇവർ പറയുന്നത് ശരിയാണ്, പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല എന്നേ ഉള്ളൂ. അതെ, അവിടെ രഹസ്യധാരണയൊക്കെ ഉണ്ട്. രഹസ്യധാരണയൊക്കെ ഉണ്ട്. അതിന് ഒരു കുറവും വരാൻ പാടില്ല. അതങ്ങനെ തന്നെ മുന്നോട്ട് അതെ അതെ, പോകട്ടെ. അത് മുന്നോട്ട് പോകട്ടെ, അത് മുന്നോട്ട് നാട് പോകട്ടെ. രക്ഷപ്പെടട്ടെ. നാട് രക്ഷപ്പെടട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എന്ന് വെച്ചാൽ ഫോർ, N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.